ഹലോ ഫ്രണ്ട്സ്, പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് ഏവർക്കും സ്വാഗതം. വിക്രത്തിൻ്റെ ഫോണും വർക്ക്ഷോപ്പിൽ വെച്ച് മറന്നുപോയി എന്ന് കേട്ടിട്ട് പൊട്ടിച്ചിരിക്കുന്ന വേദയെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത്. എന്തോന്നാടി ഇതിനിത്ര ചിരിക്കാൻ? എൻ്റെ ഫോണൊന്നും അവിടെ വെച്ച് മറന്നുപോയി, അതിനിത്ര ചിരിക്കാൻ എന്താ? അല്ല, നിൻ്റെ ഫോൺ അമ്മയുടെ കയ്യിലാണെന്നുള്ളത് ഉറപ്പാണോ? അതെനിക്ക് ഉറപ്പില്ല. എങ്കിൽ ഇവിടെ നിന്ന് തിരഞ്ഞു നോക്ക്. അത് കിട്ടിയാൽ എൻ്റെ ഫോണിലേക്കൊന്ന് വിളിച്ചു നോക്കാമല്ലോ. ഒന്ന് തിരഞ്ഞു നോക്കടി. ഓഹോ ഹോ 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 ഹോ, ഓരോരുത്തർക്കും ഓരോ ആവശ്യം വന്നപ്പോൾ എന്തൊരു തിരക്കാണ്. ഡി, വർത്താനം പറഞ്ഞു നിൽക്കാതെ തെരഞ്ഞു നോക്കാൻ നോക്കടി. അരണ ബുദ്ധി. അതെ, അതെൻ്റെ പേരല്ല, അച്ഛമ്മ നിങ്ങൾക്കിട്ട പേരാ. അതെൻ്റെ അടുത്ത് എടുക്കാൻ നോക്കണ്ട കേട്ടോ. ഒന്ന് തെരഞ്ഞു നോക്കടി, വർത്താനം പറഞ്ഞു നിൽക്കാതെ. അതെ, ഇതുണ്ടല്ലോ ഭൂതക്കണ്ണാടി വെച്ച് നോക്കാൻ. കടുകുമണിയൊന്നല്ല, ഫോണല്ലേ, തെരഞ്ഞിട്ട് കാണണ്ടേ. അങ്ങനെ നമ്മുടെ വേദേ വിക്രം ഒരുമിച്ചിരുന്ന് ഫോൺ തിരയായിരിക്കും. ഈ സമയമാണ് നമ്മുടെ ശ്രീനി സാർ കുളിച്ചു വരുന്നതും ഭാര്യ അയാൾക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ്. കൂട്ടത്തിലിരുന്ന് ഭാര്യയും കഴിക്കുന്നുണ്ട്. അപ്പോഴും അയാളിങ്ങനെ എന്തോ അസ്വസ്ഥനായിരിക്കുന്നത് കണ്ടിട്ട്, ശ്രീനേട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? ഹേയ്, എനിക്കൊരു പ്രശ്നവുമില്ല. എന്നിട്ടാണോ നീക്കൊരു ഉത്സാഹമില്ലാത്തത്? പണ്ടൊന്നും നിങ്ങൾ ഇങ്ങനെയല്ലായിരുന്നല്ലോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, വിക്രം ഒരു കേസ് പെട്ടപ്പം നീക്ക് വേണ്ട പോലെ സഹായിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതല്ലേ നിങ്ങളുടെ ഈ സങ്കടത്തിന് കാരണം? പിന്നീടാണെങ്കിൽ അവൻ ഇങ്ങോട്ട് വരുന്നതും കുറഞ്ഞു. അവൻ നമ്മളിൽ നിന്നും അങ്ങനെയായിരിക്കില്ല പ്രതീക്ഷിച്ചത്. തെറ്റെൻ്റെ ഭാഗത്താ ശ്രീനേട്ട. ഞാൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. ഞാൻ ശ്രീനേട്ടൻ്റെ രാഷ്ട്രീയ ഭാവി മുന്നിൽ കണ്ട അവനോട് അന്ന് അങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുള്ളത്. എന്ത് രാഷ്ട്രീയ ഭാവി സുധേ? അവനുണ്ടാക്കി തന്നതല്ലേ ഇതെല്ലാം. അവനായിരുന്നില്ലേ എന്നെ ഇങ്ങനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തിയത്? നീ അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാനാണ് അവനെ ഒഴിവാക്കിയത്. അവനിപ്പോൾ ഇല്ലാത്തപ്പം എൻ്റെ വലം കൈ നഷ്ടപ്പെട്ട അവസ്ഥയാണ് എനിക്ക്. എന്തായാലും അവൻ്റെ അച്ഛനും അവൻ്റെ ഭാര്യയ്ക്കൊന്നും എൻ്റെ കൂടെ പ്രവർത്തിക്കുന്നതേ ഇഷ്ടമല്ല. ഞാൻ ഒഴിവാക്കിയ സ്ഥിതിക്ക് ആ കുട്ടിയാണ് അവനെ ആ കേസിൽ നിന്നും രക്ഷിച്ചെടുത്തത്. ശരിക്കും ഞാൻ ചെയ്യേണ്ട കാര്യമായിരുന്നു അതൊക്കെ. അതുകൊണ്ട് അവനെ ഇപ്പം വിളിക്കാൻ എനിക്കൊരു മടി. അതെ, അവൻ്റെ അച്ഛനെയും ആ കുട്ടിയെയൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവന് വേണ്ടപ്പെട്ട ഒരു സമയത്ത്, അവൻ്റെ ജീവിതത്തിൽ കഠിനമായിട്ടുള്ളൊരു സമയത്ത് നിങ്ങൾ മാത്രമല്ലേ അവനൊരു താങ്ങായിട്ടുണ്ടായിരുന്നുള്ളൂ. അതൊന്നും അവൻ ഒരിക്കലും മറക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ അവനെ ഒന്ന് വിളിക്ക്. സഖാവ് ശ്രീനിവാസൻ്റെ ഒരു വിളി അവൻ എന്തായാലും കേൾക്കാതിരിക്കില്ല. അവൻ ഈ പഠിക്കലുണ്ടാവും, നമുക്ക് നോക്കാന്നേ. ഇതേ സമയം നമ്മുടെ വിക്രത്തിൻ്റെ അമ്മ ഇങ്ങനെ അച്ഛനെ വെയിറ്റ് ചെയ്തുകൊണ്ട് ആ കവലയിൽ നിൽക്കുകയായിരിക്കും. ആ സമയത്താണ് ഒരു ഓട്ടോയിൽ അച്ഛൻ അവിടെ വന്ന് ഇറങ്ങുന്നതും. നീ ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ പെട്ടെന്ന് പോയി വരാം. അല്ല മാഷേ, മാഷ് എങ്ങോട്ടാ? ഞാൻ വീട്ടിലോട്ട്. എങ്കിൽ പിന്നെ എന്നോട് ഈ കവലയിൽ വന്ന് നിൽക്കാൻ പറയണമായിരുന്നോ? അതെ, ഞാൻ ഇറങ്ങാൻ നേരത്താണ് ചന്ദ്രൻ ഒരു ചാക്ക് വളം ഇതിൽ കയറ്റി വെക്കുന്നത്. എന്തായാലും അത് വീട്ടിൽ കൊണ്ടുപോകണമല്ലോ, ഞാനിത് വെച്ചിട്ട് വരാം. അതെ മാഷേ, മാഷ് വീട്ടിലെത്തുമ്പോൾ ചിലപ്പം വിക്രവും വേദയും അവിടെ ഉണ്ടാവണമെന്നില്ല. മാഷ് അവർ വീട് പൂട്ടിയിട്ടില്ലെങ്കിൽ മാഷ് ഉറപ്പായിട്ട് അത് പൂട്ടണം. പിന്നെ അടുക്കള ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കണം. ആ ഗ്രില്ല് എന്തായാലും പൂട്ടണേ മാഷേ. അതൊക്കെ ഞാൻ പൂട്ടിക്കോളാം. ഇനിയിപ്പോൾ കള്ളന്മാർ കയറിയാലും അവിടെ എടുത്തുകൊണ്ട് പോവാൻ നിധിയൊന്നുമില്ലല്ലോ എന്നും പറഞ്ഞിട്ട് മാഷ് ഓട്ടോയിൽ കയറി വീട്ടിലോട്ട് പോവുകയാണ്. മാഷേ, ഇപ്പോഴത്തെ സ്ത്രീകൾക്ക് ടെൻഷൻ കുറച്ച് കൂടുതലാണല്ലേ? അതിൻ്റെ പേര് ടെൻഷൻ എന്നല്ല, കരുതലാണ്. ഈ സമയം നമ്മുടെ വിക്രവും വേദവും ഇങ്ങനെ വീട്ടിലിങ്ങനെ ഓരോ സ്ഥലത്തും ഫോൺ അരിച്ചു പെറുക്കുന്നുണ്ടാവും. അതെ, നീ ഒരു കാര്യം ചെയ്യ്, ഇവിടെയൊന്നും ഫോൺ നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. നീ ആ കവലയിലോട്ട് പോയിട്ട് അമ്മയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ചോ. അമ്മ ഇപ്പോൾ അച്ഛൻ്റെ കൂടെ പോയി കാണും. പെട്ടെന്ന് തന്നെ ചെല്ല്. അത് നീക്ക് ചെയ്തൂടെ? ആഹാ, നിൻ്റെ ഫോൺ വാങ്ങാൻ ഞാൻ പോവാനോ? ഞാനിപ്പോൾ തന്നെ ഒരു ഓട്ടോ വിളിച്ച് വർക്ക്ഷോപ്പിലേക്ക് പോകാൻ പോവാം. ഇപ്പോഴാണ് ഞാൻ ഓർത്തത്, ഫോണേ രാവിലെ അമ്മ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് അച്ഛൻ്റെ റൂമിലുണ്ടാവും. നിനക്ക് ഇപ്പോഴാണോ അത് ഓർമ്മ വന്നത്? ആ, ഓർമ്മയെ നമ്മുടെ സൗകര്യത്തിനല്ല വരുന്നേ. പോയി നോക്കിടി. അങ്ങനെ വേദ അച്ഛൻ്റെ റൂമിലേക്ക് പോവുകയാണ്. എന്നിട്ട് അവിടുന്ന് ഫോൺ തരുന്നത്. എന്തായടി, കിട്ടിയോ? ഇല്ല. നീ അല്ലേ അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വിക്രം അവിടെ പോവാണ്. എന്നിട്ട് രണ്ടുപേരും ഇങ്ങനെ നോക്കുന്നുണ്ട്. ആ സമയത്ത് വിക്രം ഇങ്ങനെ ബെഡ്ഷീറ്റ് എടുത്ത് പൊക്കിയ സമയത്തായിരിക്കും ആ ഷീറ്റിൻ്റെ അടിയിൽ ഫോൺ ഉണ്ടാവും. അയ്യോ, കിട്ടി! ഫോൺ കിട്ടിയോ? ഇങ്ങ് തടി, ഞാൻ എൻ്റെ ഫോണിലോട്ടൊന്ന് വിളിച്ചു നോക്കട്ടെ. ഹയ്യടാ, അങ്ങനെയൊന്നും തരാൻ പറ്റില്ല. ഞാൻ ആദ്യം മുത്തശ്ശിയെ വിളിക്കട്ടെ എന്നും പറഞ്ഞിട്ട് വേദ വിളിക്കാൻ ഒരുങ്ങുന്ന സമയത്തായിരിക്കും ഒരു തുള്ളി ചാർജ് ഇല്ലാത്തത് കണ്ണിൽ പെടുന്നത്. അയ്യോ, ചാർജ് ഇല്ലല്ലോ. ഞാനേ പെട്ടെന്ന് ചാർജിലിട്ടെ. അതെ, ഈ ഫോൺ കുത്തി ഉടനെ തന്നെ ചാർജ് ആവുന്ന ഫോണല്ലേ? നീയേ ചാർജിലിട്ടുകൊണ്ട് വിളിക്ക്. ഹയ്യടാ, അങ്ങനെയൊന്നും വിളിക്കാൻ പറ്റില്ല കേട്ടോ. ചാർജിലിട്ട് വിളിച്ചിട്ട് എത്ര പേരാണെന്നറിയാവോ ഫോൺ പൊട്ടിത്തെറിച്ച് മരിച്ചത്? അപ്പോൾ നമ്മുടെ വിക്രം ഇങ്ങനെ മൈൻഡ് വോയിസ് ആയി പറയാണ്, അങ്ങനെയായിരുന്നെങ്കിൽ എന്ത് സുഖമായേനെ. എന്ത് എന്ത്
അതെ, കൊഞ്ചാത്തടി പെണ്ണ്, പെട്ടെന്ന് അതിലൊന്ന് ചാർജ് ആക്കിയിട്ട് അതൊന്ന് താ, ഞാനൊന്ന് വിളിച്ചു നോക്കിയിട്ട് എൻ്റെ ഫോൺ വർക്ക്ഷോപ്പിലുണ്ടോയെന്നൊന്ന് അറിയിക്കട്ടെ. അതെ, കുറച്ച് സാവകാശം താ, ഇവിടെ നമ്മൾ 2 പേരല്ലേ ഉള്ളൂ. അതെ, നീ പറയും പോലെ അനുസരിക്കാൻ ഞാൻ നിൻ്റെ വേലക്കാരനൊന്നല്ല. അയ്യോ അല്ല, നിങ്ങൾ ആ ശ്രീകാര്യം ശ്രീനിവാസൻ്റെ കൂലിക്കാരനാണ്. പ്രധാന ജോലി പോസ്റ്റർ ഒട്ടിക്കലും കൂലിത്തള്ളും. ശ്രീനി സാറിനെ കുറിച്ച് പറഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറും, പറഞ്ഞില്ലെന്ന് വേണ്ട. അല്ല, നിങ്ങൾ അയാളുടെ കൂടെ പോയാൽ നിങ്ങളുടെ സ്വഭാവം മാറാൻ പോകുന്നുണ്ടോ? അതിന് അയാളെ മഹാത്മാഗാന്ധി, സുഭാഷ് ചന്ദ്രബോസും അംബേദ്കറൊന്നുമല്ല, വെറും ശ്രീകാര്യം ശ്രീനിവാസനാ. വട്ടിപ്പലിശയ്ക്ക് പണം കൊടുക്കുന്ന വെറും മൂന്നാംകിട രാഷ്ട്രീയക്കാരനാ അയാൾ. ഇത് നിന്നെ ഞാനെന്നും പറഞ്ഞിട്ട് വിക്രം ഇങ്ങനെ വേദത്തെ അടിക്കാൻ പോകുന്നുണ്ട്. പക്ഷെങ്കിൽ അടിക്കൂല. ആ സമയത്ത് വേദം ഇങ്ങനെ നോക്കി പേടിപ്പിക്കുകയാണ്. അങ്ങനെ വിക്രത്തിന് ദേഷ്യം വന്നിട്ട്, വിക്രം നിന്നെ ഞാൻ കാണിച്ചു തരടി എന്ന് പറഞ്ഞിട്ട് വേദയുടെ ഫോൺ എടുത്തിട്ട് എറിഞ്ഞു ഒടിക്കുകയാണ്. ദേ, താനെൻ്റെ ഫോണ് സ്ത്രീകളുടെ നേരെ കയറി അതിക്രമം കാണിക്കുന്നിടാന്ന് ചോദിച്ച് നമ്മുടെ വേദ ഇങ്ങനെ ചൂടായി വരികയാണ്. തന്നെ ഞാൻ കാണിച്ചു തരാടാന്നും പറഞ്ഞിട്ട് വേദ അവിടെ കിടന്നൊരു തലയണ എടുത്തിട്ട് നമ്മുടെ വിക്രത്തിനെ അറഞ്ചം പുറഞ്ചും അടിക്കുകയാണ്. അയ്യോ, എന്നെ അടിക്കില്ലേ, തന്നെ ഞാൻ കാണിച്ചു തരാൻ പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ പൊതിരെ തല്ലുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ വിക്രത്തിനും കിട്ടും ഒരു തലയണ. ആ തലയണ വെച്ചിട്ട് നമ്മുടെ വേദയെ തടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും തലയണ വെച്ചിട്ടുള്ള ആ ഒരു ഫൈറ്റിലായിരിക്കും. ഈ ഉന്നൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെതറി വീഴുന്നുണ്ട് ആ റൂം മൊത്തം. അങ്ങനെ ഇവരുടെ ഫൈറ്റിനിടയിൽ ആരുടെയോ ഒന്നിൻ്റെ തലേണ തട്ടിയിട്ട് അച്ഛൻ്റെ കാലിൽ തേക്കുന്ന പിണ്ണത്തൈലം നമ്മുടെ വിക്രത്തിൻ്റെ ദേഹത്താകെ വീഴാണ്. അത് കണ്ട് വേദ ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നുണ്ട്. ദേ മനുഷ്യ, പെട്ടെന്ന് പോയി കുളിക്കാൻ നോക്ക്, അച്ഛൻ്റെ കാലിൽ പുരട്ടുന്ന പിണ്ണത്തൈലാണ്, നന്നായി നാറും, പെട്ടെന്ന് തന്നെ കുളിക്കാൻ നോക്ക്. അതിൻ്റെ ആ മണടിച്ചിട്ട് നമ്മുടെ വിക്രത്തിന് ഇങ്ങനെ ഛർദ്ദിക്കാൻ വരുന്നുണ്ട്. നാറുന്നു, ഒന്ന് പോയി കുളിക്കാൻ നോക്ക്. പോകുന്ന പോക്കിൽ വിക്രം വേദയുടെ ഫോൺ തട്ടിത്തെറിപ്പിച്ചാണ് പോകുന്നത്. ഈ മനുഷ്യന് ഭ്രാന്താണ്. ഈ സമയമായിരിക്കും നമ്മുടെ ശ്രീകാര്യം ശ്രീനിവാസൻ വിക്രത്തിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നതും. വർക്ക്ഷോപ്പിൽ ആയതുകൊണ്ട് ആരും തന്നെ ആ ഫോൺ എടുക്കുന്നില്ല, കാരണം വിക്രം അവിടെ ഇല്ലല്ലോ. അല്ല, എന്തേ സ്വിച്ച് ഓഫ് ആണോ ഫോൺ? റിങ്ങുണ്ട്, പക്ഷെങ്കിൽ അവൻ എടുക്കുന്നില്ല. അല്ല, അവൻ ചിലപ്പം പരിഭവത്തിലാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ പോയി കാണണം. അല്ല, എന്താ നിങ്ങൾ ആലോചിക്കുന്നത്? അല്ല, 4 ദിവസം മുമ്പ് വരെ അവൻ്റെ കാര്യത്തിൽ ഇനി ഇടപെടേണ്ടെന്ന് പറയുന്ന നീ തന്നെ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ട്, കുംഭമാസത്തിലെ നിലാവ് പോലെയാണ് കുമാരന്മാരുടെ മനസ്സ് എന്ന് പറയുന്ന പാട്ട് എത്ര കൃത്യമാണല്ലേ. എപ്പോഴാ മാറുകയെന്ന് പറയാൻ പറ്റില്ല. അല്ല, അവൻ തല്ലുകേസ് പെട്ട് ആരുടെയെങ്കിലും തല വെട്ടിയിട്ടാണ് വന്നതെങ്കിൽ പോലും ഞാൻ സ്വീകരിച്ചേനെ. പക്ഷേ ഇതങ്ങനെയല്ലല്ലോ, ഒരു പെൺകുട്ടിയുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കേസല്ലേ, ഞാനൊരു പെണ്ണല്ലേ. ഞാനെടുത്ത സ്റ്റാൻഡ് തെറ്റാണോ ശ്രീനേട്ട? ഹേയ്, ഒരിക്കലുമല്ല. ഞാനെന്തായാലും പുളിക്കനെ വിളിച്ചിട്ട് അവനെ വർക്ക്ഷോപ്പിൽ പോയി കൂട്ടിയിട്ട് വരാൻ പറയാം. ഇതും പറഞ്ഞ് അയാൾ പുളിക്കനെ വിളിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ സമയം അയാളുടെ വൈഫ് ഇങ്ങനെ മൈൻഡ് വോയിസ് ആയി പറയുന്നുണ്ട്, അതെ, എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഗുണമായി വരുമെങ്കിൽ അതിനെന്തിനും ഞാൻ റെഡിയാണ്. വിക്രം വേണ്ടെടുത്ത് വേണം, വേണ്ടാത്ത സ്ഥലത്ത് അവനെ ഒഴിവാക്കുകയും വേണം. ഈ സമയത്താണ് അച്ഛൻ വീട്ടിൽ ഓട്ടോയിൽ വന്ന് ഇറങ്ങുന്നതും. ഓട്ടോക്കാരനോട് ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഞാൻ പെട്ടെന്ന് തന്നെ വരാമെന്നും പറഞ്ഞിട്ട് വളച്ചാക്കും എടുത്തിട്ട് അത് വെക്കാൻ വേണ്ടി പോവുകയാണ്. ആ സമയത്താണെങ്കിൽ കോലായിലെ ഡോറ് തുറന്നിട്ടത് കാണുന്നുണ്ടാവും. അടുക്കള ഭാഗത്ത് എത്തി നോക്കുന്ന സമയത്ത് അടുക്കളയിലത്തെ ഡോറ് ഇങ്ങനെ മലർക്കെ തുറന്നിട്ടായിരിക്കും. ആ സമയത്ത് അച്ഛനിങ്ങനെ കയറി അടുക്കളയിലൂടെയൊക്കെ നോക്കുന്നുണ്ട്. ഹാളിലേക്ക് നോക്കുമ്പോൾ ആണെങ്കിൽ ഒരാളെ പോലും അവിടെ എവിടെയും കാണില്ല. റൂമിലൊന്നും ആരും ഉണ്ടാവില്ല, കാരണം വിക്രം കുളിക്കുകയായിരിക്കും. വേദയാണെങ്കിൽ വിക്രം എറിഞ്ഞു കളഞ്ഞ് തൻ്റെ ഫോൺ എടുക്കാനുള്ള തന്ത്രപ്പാടിലായിരിക്കും. കട്ടിനടിയിലായിരിക്കും ആ ഫോൺ ഇങ്ങനെ കട്ടിനടിയിൽ പോയി എടുക്കുന്ന സമയത്താണ് അച്ഛൻ വന്ന് നോക്കുന്നതും അവിടെയാണെങ്കിൽ വേദനെ കാണാതിരിക്കുന്നതും. അങ്ങനെ അച്ഛൻ ഈ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് അവനുമില്ല, അവൻ കെട്ടിയ പെണ്ണിനും ഇല്ലെന്നും പറഞ്ഞിട്ട് അച്ഛൻ മൊത്തത്തിൽ, അതായത് അടുക്കളേൻ്റെ വാതിലടിക്കുന്നുണ്ട്, ഗ്രില്ലടിക്കുന്നുണ്ട്, പിന്നെ പുറത്തെ ഡോർ ഇങ്ങനെ പൂട്ടുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ വേദ സൗണ്ട് കേൾക്കുന്നതും വേദ പെട്ടെന്ന് തന്നെ ആരോ ഡോർ അടയ്ക്കുന്നുണ്ടല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് റൂമിൽ നിന്ന് ഇങ്ങനെ വെളിയിലേക്ക് വന്നിട്ട് ആരാ വാതിലടച്ചതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ ജനാലിലൂടെ നോക്കുമ്പോഴേക്ക് അച്ഛനാണെങ്കിൽ പുറത്തെത്തിയിട്ടുണ്ടാവും. ഇങ്ങനെ നമ്മളുടെ ഗേറ്റ് പൂട്ടുന്നതാണ് കാണുന്നത്. അച്ഛാ പൂട്ടില്ലേ എന്ന് വേദം ഇങ്ങനെ അകത്തുനിന്ന് വിളിച്ച് പറയുന്നുണ്ട്. പക്ഷേ അച്ഛൻ അതൊന്നും കേൾക്കുന്നുണ്ടാവില്ല. അച്ഛനാണെങ്കിൽ ഗേറ്റും പൂട്ടി ഓട്ടോയിൽ കയറി അങ്ങ് പോവുകയും ചെയ്യും. ഇതൊക്കെ കണ്ട വേദം ഇങ്ങനെ തീരുമാനമായി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ജനലിൻ്റെ അടുത്ത് നിന്നിങ്ങനെ തലയ്ക്ക് കൈ കൊടുത്തിങ്ങനെ പുറത്തേക്ക് നോക്കി നിൽക്കുക. അങ്ങനെ അച്ഛൻ അമ്മേൻ്റെ അടുത്ത് പോയിട്ട് പറയാണ്, നീ എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? അവർ വീടും പൂട്ടിയിട്ട് പോയിട്ടുണ്ടാവും എന്ന്. അവർ വീട് മലർക്കെ തുറന്നിട്ടാ, ആ പടിപ്പുര പോലും പൂട്ടാതെയാണ് അവർ പോയത്. എന്നിട്ട് മാഷെല്ലാം പൂട്ടിയിട്ടില്ലേ? ഞാൻ പൂട്ടിയിട്ടുണ്ട്.
അങ്ങനെ ഒരിക്കലും ചെയ്യാൻ വഴിയില്ലല്ലോ മാഷേ, വേദ അങ്ങനെ ചെയ്യില്ലല്ലോ. എന്തായാലും അവൻ്റെ കൂടെയല്ലേ കൂട്ട്, വകതിരിവേ വട്ടപൂജ്യമായി കാണും. എന്തായാലും മാഷ് പൂട്ടിയല്ലോ, അല്ലാതെ ഇപ്പോൾ പോരാൻ പറ്റില്ലല്ലോ. നീ അങ്ങോട്ട് നടക്ക്, അവിടെയാണ് ബസ് നിർത്തുക എന്ന് പറഞ്ഞിട്ട് അച്ഛനും അമ്മയും അവിടേക്ക് നടന്നു പോവുമായിരിക്കും. ഈ സമയത്താണ് നമ്മുടെ പുളിക്കൻ വർക്ക്ഷോപ്പിലെത്തുന്നതും വിക്രത്തെ അന്വേഷിക്കുന്നതും. വിക്രം വീട്ടിലേക്കിട്ട് പോയിട്ടുണ്ടല്ലോ, അവൻ്റെ അമ്മ എന്തോ അത്യാവശ്യത്തിന് വേണ്ടി വിളിച്ചതാ. ജോസഫ് ഇപ്പോൾ അവനെ അവിടെ കൊണ്ടുപോയി വിട്ട് വന്നതേ ഉള്ളൂ. അല്ല, ശ്രീനി സാർ കുറേ തവണയായല്ലോ അവനെ വിളിക്കുന്നു, അവൻ ഫോൺ എടുക്കുന്നില്ലല്ലോ. അങ്ങനെ എടുക്കാതിരിക്കാൻ വഴിയില്ലല്ലോ, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ടും വിളിക്കുകയാണ്. ആ സമയത്തും റിങ് ഉണ്ടാവും, ഫോൺ എടുക്കൂല. വൈബ്രേഷൻ മോഡിലായതുകൊണ്ട് ഇത് വർക്ക്ഷോപ്പിലാണ് എന്നുള്ള കാര്യവും അവരറിയുന്നില്ല. സാർ എന്തായാലും ഭയങ്കര ടെൻഷനിലാണ്, അവനെ ഫോൺ എടുക്കുന്നില്ലല്ലോ. അതെ, അവൻ 2-3 ദിവസം പോലീസ് സ്റ്റേഷനിൽ കിടന്നിട്ടുണ്ടായിരുന്നു, അവൻ എന്തായാലും ജയിലിൽ പോവും എന്നുള്ളൊരു ഉറപ്പില്ലായിരുന്നു. ആ സമയത്തൊന്നും സാറിന് ഇത്ര ടെൻഷനില്ലായിരുന്നല്ലോ. ഇപ്പോൾ ഒന്നും ഇല്ലെങ്കിലും അവൻ വീട്ടിലല്ലേ. അങ്ങനെ പറയല്ലേ എൻ്റെ അനിയൻ കൂട്ട, അന്ന് സാറിൻ്റെ സാഹചര്യം അങ്ങനെയായിരുന്നില്ലേ? എന്ത് സാഹചര്യം പുളിക്ക? അതെ, പെണ്ണുകേസിൽ അകത്ത് പോയ ഒരുത്തനെ പുറത്തിറക്കിയാൽ പാർട്ടിക്ക് ഗുണം ചെയ്യില്ല എന്ന് കരുതിയിട്ടല്ലേ സാർ അനങ്ങാതിരുന്നത്. അവനതൊന്നും മനസ്സിൽ വെച്ചിട്ടില്ല. സാർ അതിൽ ഇടപെടാതിരുന്നത് നല്ലതെന്നേ അവനും പറഞ്ഞിട്ടുള്ളൂ. അത് അവൻ്റെ നല്ല മനസ്സ്. ഇക്കാര്യമൊന്ന് സാറിനോട് പറഞ്ഞേക്ക്, സാറിനത് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ അവനെ വിളിക്കാൻ സാർ എന്നെ പറഞ്ഞു വിട്ടതും. സാർ നേരിട്ട് വന്ന് വിളിക്കാനിരുന്നതാ, പക്ഷെങ്കിൽ ഞാൻ പറഞ്ഞതാ ഞാൻ പോയി വിളിച്ചോളാം എന്നുള്ളത്. കുറച്ച് കഴിഞ്ഞാൽ ഞാൻ വിക്രത്തിനെ പിക്ക് ചെയ്യാൻ പോവും, ആ സമയത്ത് ഞാൻ പറഞ്ഞോളാം. എന്തായാലും പറയണേന്ന് പറഞ്ഞിട്ട് നമ്മുടെ പുളിക്കൻ അവിടെ നിന്ന് അങ്ങ് പോവാണ്. അല്ല, വിക്രം ശ്രീനി സാറിൻ്റെ അടുത്ത ആളാണോ? അതെ, ഇത്രയും കാലം ശ്രീനി സാറിനുള്ള കൊട്ടേഷൻ പണിയായിരുന്നു. പക്ഷേങ്കിൽ ഇപ്പം യൂത്ത് വിങ്ങിൻ്റെ സെക്രട്ടറി ആക്കും എന്നൊക്കെ ഒരു പറച്ചിലുണ്ട്. അതെന്താ നീ അങ്ങനെ പറയുന്നത്? അതെ, രാഷ്ട്രീയമൊന്നും അവന് സെറ്റാവില്ല. എന്തായാലും വേദ അതിനൊന്നും സമ്മതിക്കുകയില്ല. അങ്ങനെ അവൻ്റെ ഫ്രണ്ട് വീണ്ടും അവനെ ട്രൈ ചെയ്ത് നോക്കുകയായിരിക്കും. പക്ഷേങ്കിൽ ആ സമയത്ത് ഇങ്ങനെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും. അപ്പോൾ അവരിങ്ങനെ മൊത്തത്തിൽ പറയാണ്, ഓൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയല്ലോ, എന്തായാലും ശ്രീനി സാറ് ആളെ വിട്ടതല്ലേ, നീ എന്തായാലും ജോസഫെ അവിടെ പോയിട്ട് അവനോട് നേരിട്ട് പറഞ്ഞേക്ക്. ഈ സമയം നമ്മുടെ വേദ വിക്രം എറിഞ്ഞുടിച്ച തൻ്റെ ഫോണുമായിട്ട് ഇങ്ങനെ അത് കയ്യിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ഈ സീൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്